അയ്യഗുരു അനുസ്മരണവും രാമായണ മഹോത്സവവും വിവിധങ്ങളായ രാമായണങ്ങളുടെ പ്രദർശനവും ആദരവും 20-ന് ഞായറാഴ്ച രാവിലെ 9 മണി മുതലെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഭാരതീയ നവോത്ഥാന നായകനും ശ്രീനാരായണ ഗുരുദേവന്റെ ഗുരുവുമായിരുന്ന അയ്യ ഗുരു അനുസ്മരണ സമ്മേളനവും രാമായണ മഹോത്സവവും വിവിധങ്ങളായ രാമായണങ്ങളുടെ പ്രദർശനവും ആദരം പരിപാടിയും ജൂലൈ 20-ന് ഞായറാഴ്ച കാലത്ത് 9 മണി മുതൽ പടിഞ്ഞാറേച്ചിറക്കടുത്തുള്ള തൃശൂർ താലൂക്ക് NSS ഓഡിറ്റോറിയത്തിൽ നടക്കും. ജൂലൈ 27-ന് തിരുവനന്തപുരത്ത് വലിയ ആഘോഷമായിട്ട് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തൃശ്ശൂരും ഒരു വലിയ രാമായണ മഹാസമ്മേളനം നടക്കുന്നുണ്ട്. ആ വിവരങ്ങള് ജൂലൈ 20 ഞായറാഴ്ച കാലത്ത് 9 മണി മുതൽ തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലുള്ള NSS ഓഡിറ്റോറിയത്തിൽ രാവിലെ 9 മണി മുതലാണ് നടക്കുന്നത്. അതുകൂടാതെ രാമായണ മഹോത്സവമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം വിവിധ രാമായണങ്ങൾ, ഏകദേശം 260ഓളം രാമായണങ്ങൾ ഉണ്ട്. അതിൽ 240ഓളം രാമായണങ്ങൾ മണത്തനുള്ള ഒരു ജൂലൈ 20-ന് ഞായറാഴ്ച കാലത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രവീന്ദ്രൻ കെ ഉദ്ഘാടനം ചെയ്യും. എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ ശശി കളരിയേൽ അധ്യക്ഷത വഹിക്കും. അയ്യ മിഷൻ ചെയർമാൻ ഡോക്ടർ G രവികുമാർ അയ്യ ഗുരു അനുസ്മരണ പ്രഭാഷണം നടത്തും. ശ്രീരാമകൃഷ്ണൻ മുഖപത്രമായ പ്രബുദ്ധ കേരളത്തിന്റെ പത്രാധിപർ സ്വാമി നന്ദാത്മജ നന്ദ രാമായണ മഹോത്സവം ഉദ്ഘാടനം ചെയ്യും. ആശംസകൾ നേർന്നുകൊണ്ട് കൗൺസിലർ പൂർണിമ സുരേഷ്, സാമൂഹ്യ പ്രവർത്തകൻ കരീം പന്നിത്തടം എന്നിവർ സംസാരിക്കും. തുടർന്ന് പത്മനാഭൻ മണത്തണയുടെ അപൂർവ ശേഖരത്തിലെ 237 വിവിധ രാമായണ പ്രദർശനങ്ങളുടെ ഉദ്ഘാടനം സ്വാമി ശിവസ്വരൂപാനന്ദപുരി ശിവഗിരി മഠം ഉദ്ഘാടനം ചെയ്യും. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് പ്രേം നസീർ സാംസ്കാരിക വേദിയുടെ രാമായണ മാധുരി നടക്കും. ഉച്ചയ്ക്ക് 3-ന് നടക്കുന്ന സമാപന സാംസ്കാരിക സമ്മേളനം സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് രക്ഷാധികാരി സംസ്ഥാന സന്യാസി സഭ ദേശീയ സെക്രട്ടറി ആദിശങ്കർ അഖാഡ ഉദ്ഘാടനം ചെയ്യും. എഴുത്തുകാരൻ ശശി കളരിയേൽ അധ്യക്ഷത വഹിക്കും. മുരളീസ്വാമി രാമായണ സന്ദേശം നൽകും. കൗൺസിലർ പ്രസാദ് ആശംസ നേരും. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അയ്യ മിഷൻ ചെയർമാൻ ഡോക്ടർ G രവികുമാർ ആദരിക്കും. സമ്പൂർണ്ണ സൂക്ഷ്മ രാമായണ കർത്താവും എഴുത്തുകാരനുമായ ആററ്റൂർ സന്തോഷ് കുമാർ സ്വാഗതവും അയ്യ ഗുരു മഹോത്സവം കോഓർഡിനേറ്റർ ദിനേശ് തോട്ടപ്പള്ളി നന്ദിയും പറയും. പത്രസമ്മേളനത്തിൽ ശശി കളരിയേൽ, ആറ്റൂർ സന്തോഷ് കുമാർ, ദിനേശ് തോട്ടപ്പള്ളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 99 തൃശൂർ.